Okay, good morning students. So here we are moving on to the graphical section of the common collector configuration. This is the input graph and this is the output graph. And what is the input graph? Input graph is drawn between the input voltage and the input current. Input voltage എന്താണ് common collector VCB. Input current എന്ന് പറയുന്നത് IB. Okay, so the graph is plotted with the VCB along x-axis and IB along y-axis. Then please note that how the graph is. Okay, നോക്കൂ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് കൂടുന്തോറും പെട്ടെന്ന് കറണ്ട് ഡിക്രീസ് ചെയ്തിട്ട് സീറോയിലേക്ക് എത്തുകയാണ്. ഓക്കെ, ആദ്യം പീക്കിലായിരുന്നു, ദെൻ പെട്ടെന്ന് കുറഞ്ഞിട്ട് സീറോയിലേക്ക് എത്തും, കറണ്ട് സീറോയിലേക്ക് എത്തും. അങ്ങനെ ഇത് 5 വോൾട്ട് 10 വോൾട്ട് 15 വോൾട്ട് 20 എന്താ ഈ 5 വോൾട്ട് ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? RH2 മൂവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കുന്നു. സോ ഫസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടിൽ വെച്ചു. അതിനുശേഷം RH1 വേരി ചെയ്തിട്ട് VCBയും IBയുടെയും ഡിഫറെന്റ് വാല്യൂസ് ടാബുലേറ്റ് ചെയ്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഓരോ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജിനും നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടും. എങ്ങനെയാ ഗ്രാഫ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ദ കറണ്ട് വിൽ ബി ഫാളിംഗ് വെരി സഡൻലി ടു സീറോ. The current will be falling very suddenly to zero like this. Okay, in each constant output voltage the current will be falling to zero suddenly. Okay, and main thing to be noted that the പ്രധാനമായിട്ടൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതാണ്. Main thing that is noted that, see, if this is 5 and this straight line extended to 4.3, the difference of these two, that is 5 and 4.3, അത് എത്രയാ? ഇത് 5 ആണ്, ഇത് 4.3 ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.7 ആയിരിക്കും. Okay, that is equal to 5 minus 4.3. ഒരു ഇൻപുട്ട് സെക്ഷൻ ആണ്. ഈ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത് അഗൈൻ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ. ഇൻപുട്ട് സെക്ഷൻ ഒരു ജംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ജംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ യു വിൽ ഗെറ്റ് ദ പീക്ക് ഡൗൺ പോയിന്റ് ആസ് 5 ആൻഡ് ദ സ്ട്രൈറ്റ് എക്സ്റ്റെൻഡഡ് ആസ് 4.3. So the difference of these two will give you actually the knee voltage of that particular junction diode. Okay, input junction എന്ന് പറയുന്നത് ആക്ച്വലി ഒരു PN junction ഒരു ഡയോഡ് ആണ്. സോ therefore ഈ ഗ്രാഫ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ ഇൻപുട്ട് വോൾട്ടേജ് VCBയും ഇൻപുട്ട് കറണ്ട് IBയും ആണ്. ആൻഡ് വി ആർ മേക്കിംഗ് കോൺസ്റ്റന്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഫൈൻഡിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. And on each characteristics the current will be falling very suddenly. ആ fall ചെയ്യുമ്പോഴുള്ള സ്ട്രൈറ്റ് ലൈൻ പോയിന്റും fall ചെയ്യുന്നതിലേക്കുള്ള പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ, that is 5 and 4.3, the value will be the knee voltage of that particular junction. ആ particular junctionന്റെ knee voltage ആയിരിക്കും, എപ്പോഴും അങ്ങനെയായിരിക്കും. Okay, then moving on to the output characteristics. ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. So in CC common collector configuration, output voltage is VCE, output current is IE. And how it is done? Input rheostat vary ചെയ്തിട്ട് IB constant ആക്കി വെക്കുന്നു. ഓരോ IB കോൺസ്റ്റന്റിനും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് റിയോസ്റ്റാറ്റ് വേരി ചെയ്തിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും തമ്മിലുള്ള വേരിയേഷൻ കാണുന്നു. ദാറ്റ് ഈസ് ദ വേരിയേഷൻ ബിറ്റ്വീൻ VCE and IE. And it is tabulated, and on tabulation and after that we are making a graph of the output characteristics. On each value of constant IB equal to 0, IB equal to 10, IB equal to 20, IB equal to 30. How it is done? നോക്കൂ, ആദ്യം കുറച്ച് ഇൻക്രീസ് ചെയ്യും, then the current is a constant. എല്ലാം സീറോയിൽ നിന്നാണ് പോകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, എല്ലാം സീറോയിൽ നിന്നാണ് പോകുന്നത്. And after particular voltage the current remains constant. Okay, so this is what is the output and input characteristics of a common collector configuration. Okay, so do one thing. ഈ മൂന്ന് കോൺഫിഗറേഷനും കോമൺ കളക്ടർ ആയാലും കോമൺ എമിറ്റർ ആയാലും കോമൺ ബേസ് ആയാലും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഔട്ട്പുട്ട് ഏകദേശം എല്ലാം സിമിലർ ആണ്, ബട്ട് ദർ ആർ സ്ലൈറ്റ്ലി ഡിഫറൻസ്. അത് കൃത്യമായിട്ട് പഠിക്കണം. ഇൻപുട്ട് കോമൺ ബേസിനും കോമൺ എമിറ്ററിനും ഒരുപോലെയാണ്, പക്ഷേ കോമൺ കളക്ടറിന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി കണക്ഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കോൺസ്റ്റന്റ് വെക്കുന്നത്, ഔട്ട്പുട്ട് റിയോസ്റ്റാറ്റ് മൂവ് ചെയ്തിട്ട്. ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് കറണ്ട് ആണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. ഈ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ എവിടെയാണ് കോൺസ്റ്റന്റ് ആക്കി വെക്കേണ്ടത്? അവിടുത്തെ റിയോസ്റ്റാറ്റ് ആണ് മൂവ് ചെയ്യുക. എന്താണ് വേരി ചെയ്യേണ്ടത്? അത് അവിടുത്തെ റിയോസ്റ്റാറ്റ് മൂവ് ചെയ്തിട്ടാണ് വേരിയേഷൻ കാണുകയും ഒപ്പം തന്നെ അതിന്റെ ടാബുലേറ്റ് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുകയും ചെയ്യാം. സോ ദിസ് ഈസ് അബൌട്ട് ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. സോ ബൈ ദിസ് ടൈം we have studied common emitter, common base and common collector configuration in detailed procedure with the electronic circuit and its associated input and output characteristics
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ദിസ് മേ ബി ആസ്ഡ് ഫോർ എൻ essay question. Okay, thank you. Hope it is clear for you. Okay, thank you.